ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, ഒരു വ്യക്തി നിങ്ങളെ ഓപ്ഷൻ ആക്കിയാണ് അവരുടെ ലൈഫിൽ നിലനിർത്തുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? അതായത് അവർ ജസ്റ്റ് ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളെ അവരുടെ ലൈഫിൽ നിലനിർത്തുന്നത്. ഒരിക്കലും നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യില്ല. ഇങ്ങനെ ജസ്റ്റ് അവർക്കൊരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് എന്ന രീതിയിലായിരിക്കും അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. 4 കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും അവരിങ്ങനെ ഒരു ഓപ്ഷൻ ആയിട്ടാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ. ഒന്ന്, നിങ്ങൾക്ക് എപ്പോഴും ഒരു ജസ്റ്റ് ഇനഫ് അറ്റൻഷൻ ആയിരിക്കും അവരെപ്പോഴും പ്രൊവൈഡ് ചെയ്യുക. കാരണം അങ്ങനെ ആ ഒരു ജസ്റ്റ് ഇനഫ് അറ്റൻഷൻ നൽകുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ ലീവ് ചെയ്യില്ല, വിട്ടിട്ട് പോവില്ല. ഇനി ഏതെങ്കിലും രീതിയിൽ അവരൊരു ഹോട്ട് ആൻഡ് കോൾഡ് ബിഹേവിയർ ആണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അത്ര സീരിയസ് ആയിട്ടല്ല റിലേഷൻഷിപ്പിനെ നോക്കിക്കാണുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു അകലം പാലിക്കുന്ന സമയത്ത് തന്നെ അവർ വളരെ പെട്ടെന്ന് സഡൻ ആയിട്ട് സ്വീറ്റ് ആയിട്ട് നിങ്ങളോട് പെരുമാറാൻ തുടങ്ങും. വീണ്ടും ആ ഒരു ജസ്റ്റ് ഇനഫ് അറ്റൻഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. സോ ഇത്തരത്തിൽ എപ്പോഴും നിങ്ങൾ ലീവ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അറ്റൻഷൻ മാത്രമാണ് നിങ്ങൾക്ക് നൽകുന്നത്. വളരെ ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളോട് പറയുന്നത്. എല്ലാ ഇൻഫർമേഷനും ഒന്നും ഷെയർ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടായിരിക്കും, അതൊന്നും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. ജസ്റ്റ് ഒരു ഇനഫ് അറ്റൻഷൻ നൽകിക്കൊണ്ട് ആ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ ഒരു സൈൻ ഇങ്ങനെയുള്ള ആളുകളെ മനസ്സിലാക്കാൻ. ഈ രണ്ടാമത്തെ പോയിന്റ് നോക്കുന്നതിന് മുൻപായി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണം, ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സപ്പോർട്ടിന് വേണ്ടി. നിങ്ങളുടെ ഇഷ്യൂ എന്താണ് എന്നുള്ളത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി. ഈ രണ്ടാമത്തെ പോയിന്റ് എന്താണെന്നുള്ളത് നോക്കാം. ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ് ചെയ്തിട്ടായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കുക. അവരുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ അല്ലെങ്കിൽ വളരെ അടുത്ത സുഹൃത്തുക്കൾക്ക് വരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയില്ല. അവരത് പറയുന്നതിന് സമ്മതിക്കുകയുമില്ല. എന്തെങ്കിലും ഒക്കെ ഒരു ന്യായം പറഞ്ഞുകൊണ്ട് അത് പറയണ്ട, അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സീക്രട്ട് എന്ന രീതിയിലായിരിക്കും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 3, നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അവരൊരിക്കലും അവൈലബിൾ ആകുന്നില്ല, ഫ്രീ ആകുന്നില്ല. പക്ഷെ മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയും അവർ ഫ്രീ ആകുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അവൈലബിൾ ആകാനോ അവർക്ക് യാതൊരു മടിയുമില്ല. പക്ഷെ നിങ്ങളുടെ കേസിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴും നോ എന്നുള്ളൊരു ആൻസർ ആയിരിക്കും, അല്ലെങ്കിൽ ബിസി ആണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്നും എസ്കേപ്പ് ആവുന്ന ഒരു രീതിയിലായിരിക്കും കൂടുതലായിട്ടും ഉത്തരം കിട്ടുന്നത്. സോ ഇത്തരത്തിൽ എക്സെപ്റ്റ് യു, നിങ്ങൾക്ക് മാത്രം ആ ഒരു അവൈലബിലിറ്റി കിട്ടുന്നില്ല, പക്ഷെ മറ്റുള്ള ആളുകൾക്കെല്ലാം അവർ ഫ്രീ ആണ്, അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളൊരു ഓപ്ഷൻ ആയിട്ടാണ് ആ വ്യക്തി ട്രീറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന 3ാമത്തെ സൈൻ. ഇനി ഫൈനലി നമുക്ക് ഇവരിൽ നിന്നും കാണാൻ കഴിയുന്ന മറ്റൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു സൈൻ ആണ്, നിങ്ങൾക്ക് മനസ്സിലായി ഈ വ്യക്തി ജസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതൊരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും അവർ ഉദ്ദേശിക്കുന്നില്ല എന്ന് മനസ്സിലാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കും. സോ അങ്ങനെ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു ശ്രമം ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യാണ് എന്നൊക്കെ നിങ്ങൾ അവരോട് ഓപ്പൺ ആയിട്ട് പറയുന്ന സമയത്ത് അവരതിനോട് വളരെയധികം ജലസ് പ്രകടിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിന് സമ്മതിക്കാത്ത രീതിയിലുള്ള സംസാരം, പിന്നെ വീണ്ടും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടൊക്കെ വീണ്ടും ആ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. സോ ഇത്തരത്തിൽ ട്രിക്കി ആയിട്ടുള്ള രീതിയിലാണ് അവർ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വളരെ ജലസോട് കൂടിയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടൊക്കെയാണ് ആ റിലേഷൻഷിപ്പ് വീണ്ടും നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് നെക്സ്റ്റ് ഒരു സൈൻ. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കാണാനും സാധിക്കും, പക്ഷെ അവർ നിങ്ങളെ ചൂസ് ചെയ്യുകയും ഇല്ല. അതായത് ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലേക്ക് പോകാം, അല്ലെങ്കിൽ അവരത് ഓപ്പൺ ആയിട്ട് സമ്മതിക്കില്ല, ലൈക്ക് ഓപ്ഷൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിന് താല്പര്യം ഉണ്ടെന്നോ ഇല്ല എന്നോ അങ്ങനെ കൃത്യമായിട്ട് ഒന്നും അവർ പറയുകയും ഇല്ല. സോ ചൂസ് ചെയ്യുകയും ഇല്ല, പക്ഷെ നിങ്ങളെ മൂവ് ഓൺ ചെയ്യാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള ഓരോ പ്രവൃത്തികളും കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തി നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഓപ്ഷൻ എന്ന രീതിയിൽ മാത്രമാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. സോ നിങ്ങളൊരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നോക്കി കണ്ടുകൊണ്ടാണ് അതിൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിന് പോസിബിലിറ്റി വളരെയധികം കുറവായിരിക്കും. സോ ഓപ്ഷൻ എന്ന രീതിയിലാണ് ഒരു വ്യക്തി നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും സയൻസ് അവരുടെ ഭാഗത്തുനിന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്.
എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്